ഒരേ ഒരു നേന്ത്രപ്പഴം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ആവിയിൽ വേവിച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി നമുക്ക് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇവിടെ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ നേന്ത്രപ്പഴമാണെങ്കിൽ ഇതുപോലെ ഒന്ന് എടുത്താൽ മതി, ചെറുതാണെങ്കിൽ 2 എടുക്കാം കേട്ടോ. അത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കാം, അതിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കാൻ പാകത്തിന് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു 1/4 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ശർക്കരയിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ശർക്കര ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി, ഒരു നൂൽപ്പരുവാകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ചെറുതായിട്ടൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ മിക്സ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയൊരു സ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ പഴം അരച്ചെടുക്കുന്ന സമയത്ത് 2-3 ഏലക്ക ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ഒരു 1/4 സ്പൂണ് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ഒന്ന് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. ആ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ, അതോടെ നമ്മൾ ഇതുപോലെ അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ട് പോകാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ആവശ്യം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ശർക്കരപ്പാനിയുടെ അളവ് കറക്റ്റാണ്. അഥവാ നിങ്ങൾക്ക് കുറച്ച് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു പ്ലേറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ ഫ്രൂട്ട്സോ ഒക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാഷ്നട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നമ്മുടെ കയ്യിൽ ഏതാണോ നട്ട്സ് ഉള്ളത് അതെല്ലാം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് കാഷ്നട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആവി കയറ്റിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റീമർ പാത്രത്തിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചത് ആവി നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. വെച്ച് കൊടുത്ത് ഒരു 15 to 20 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിതൊന്ന് റെഡിയായിട്ട് കിട്ടും. അങ്ങനെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് റെഡിയായെന്ന് നോക്കാം. ഒരു സ്ക്യൂർ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി എക്സ്ട്രാ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇനി നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനിതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നേന്ത്രപ്പഴം കൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഈ നേന്ത്രപ്പഴം നമുക്ക് നല്ല പഴുത്തതാണെങ്കിലും നല്ലതാണ് കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ തൊലിയൊക്കെ കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാതെ ഇതുപോലെ അരച്ചെടുത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേന്ത്രപ്പഴവും ഗോതമ്പൊടിയും ശർക്കരയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നോക്കൂ, നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നല്ല ഹെൽത്തിയാണ് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ്. നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഇതുവരെയും ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല അടിപൊളിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്